ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ് ഉറപ്പ്. ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. മത്തയച്ചതേ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 20 മിനിറ്റ് തിയേറ്ററിൽ ഇരിക്കാൻ വയ്യ. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. അത് ഏറ്റവും പ്രശ്നം ഡയലോഗ് നാടകം എന്ന് വെച്ചാൽ A-ക്ലാസ് നാടക ലെവലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. യശിന്റെ 4 വർഷത്തെ ഡെഡിക്കേഷൻ വെള്ളത്തിൽ വരച്ച വര പോലാക്കി കൊടുത്ത് എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ടോക്സിക് ടോർച്ചർ എന്ന് പറഞ്ഞാൽ പറയാം. ഒരു മോശം പടം ഇത്രയും വേസ്റ്റ് ആയിട്ട് എടുക്കുക. അതായത് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് പടം ജീവിതത്തിൽ കണ്ടിട്ടില്ല. സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ചു. കാരണം അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അച്ഛൻ എങ്ങനെ പ്ലക്കണമെന്ന് കാണാൻ വേണ്ടി കൊണ്ടുവച്ച പടം എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വരുന്നു പ്ലക്കുന്നു പോകുന്നു, വരുന്നു പ്ലക്കുന്നു പോകുന്നു. വന്ദ സുട്ട സെത്ത റിപ്പീറ്റ്, വന്ദ സുട്ട സെത്ത റിപ്പീറ്റ്. മുടിയല്ല തലവരെ, മുടിയല്ല തലവരെ. 3.5 മണിക്കൂർ ഇതാണ് ഈ പടം മൊത്തം. അങ്ങനെ പടക്കടകുദാഹവ വേസ്റ്റ് പടം വെച്ചാൽ അൾട്ടിമേറ്റ് മുമ്പിയ പടം. വേസ്റ്റ്. കരിയറിൽ ഇത്രയും മോശം പടം കണ്ടു തീർന്നപ്പോ ജീവനോടുണ്ടാകും തോന്നിപ്പോയി. ടോക്സിക് ഈസിക്കൽ ടു മലയാളത്തിൽ പറഞ്ഞാൽ പച്ച അപരാധം. എനിക്ക് അപ്പോഴേ തോന്നി. ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ. തിരുവോണായിട്ട് മുൻചി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. വളരെ മോശം എക്സിക്യൂഷൻ, മോശം കഥ, മോശം തിരക്കഥ, മോശം അഭിനയം, എല്ലാം കൊണ്ടും ഒരു മോശം ഇതാണ്. എന്തിനാണ് അവർ ഇത്രയും കോടികളൊക്കെ മുടക്കിയിട്ട്? യാഷിനെ പോലുള്ള ഒരു നടൻ 4 വർഷത്തോളം സമയമാണ്. വളരെ മോശം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാട്ടവരാതെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഡയലോഗ് എഴുതിയവനെ കയ്യിൽ കിട്ടണം. എന്താ പോ ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതി വെക്കോ. അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. പകതിരിവുണ്ടായിട്ട് വേണ്ടേ മാതൃഭാഷയെ മലയാളത്തിൽ 2 അക്ഷരം എഴുതാൻ ഇവർക്കൊക്കെ പറ്റുമോ? എന്തൊരു നടിമാരുടെ എന്തൊരു അഴകട കാണാൻ വേണ്ടി. ഒരു കാര്യം പറയാം, പിന്നെ പീസൽ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പണം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം. അതാ നിന്റെ വിഷമം അല്ല. ഒരു മിനിറ്റ് ഒന്ന് ശ്വാസം വിട്ടോട്ടെ. പടം കാണാൻ ടോക്സിക് എന്നുള്ളൊരു പിന്നാരെ തുമ്പിയെന്ന് മാത്രം ഇട്ടാൽ മതി പേര്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.